നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. ഉത്രാളിക്കാവിൽ പൂരം പെയ്തിറങ്ങി എഴുന്നള്ളിപ്പിന് സാക്ഷികളായി ആയിരങ്ങൾ. കോടികൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. റെഗുലേറ്ററിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന് കർഷകർ. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായുള്ള കയ്പമംഗലം കാക്കാതിരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങുമെത്തിയില്ല. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായി കത്തിനശിച്ചു. വാണിയമ്പാറയിൽ ഡിവൈഡറിൽ ഇടിച്ച് കാറിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കുറുമാലിക്കാവ് കുംഭഭരണി എഴുന്നള്ളിപ്പിനിടെ പോലീസും ദേശക്കാരും തമ്മിൽ സംഘർഷം. പോലീസ് 5 തവണ ലാത്തി വീശി. വയോധികയ്ക്ക് പരിക്കേറ്റു. ആളൂർ പറമ്പി റോഡിന് സമീപം സ്കൂട്ടർ കനാലിലേക്ക് വീണ് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. മാളയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി. മുരിങ്ങൂരിൽ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്നു വീണു. 3ാം തവണയാണ് സ്ലാബുകൾ തകർന്നു വീഴുന്നത്. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. ഉത്രാളിക്കാവ് പൂരം ആവേശമായി. പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെയാണ് പൂരത്തിന് തുടക്കമായത്. കുനിശ്ശേരി അനിയന്മാരാർ നടപ്പുര പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിച്ചു. എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടന്ന പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ, കോങ്ങാട് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമായി. വൈക്കം ചന്ദ്രൻ, തിരുവിലാമല ഹരി എന്നിവർ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിച്ചു. കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതിന് ശേഷം വടക്കാഞ്ചേരി ദേശത്തിന്റെ പൂരം പകൽ വെടിക്കെട്ട് നടന്നു. തുടർന്ന് ഭഗവതി പൂരം എഴുന്നള്ളിപ്പും നടന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായിരിക്കെ കർഷകർക്കും നാട്ടുകാർക്കും ആശങ്ക. റെഗുലേറ്ററിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന് ആവശ്യം. മാർച്ച് മാസം അവസാനത്തോടെ റെഗുലേറ്ററിന്റെ നവീകരണം പൂർത്തിയാക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് ബന്ധപ്പെട്ട അധികൃതർ. കഴിഞ്ഞ ദിവസം നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മുരളി പെരുന്നെല്ലി MLA എത്തിയിരുന്നു. റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി കൈമാറുന്നതിന് മുൻപായി നവീകരിച്ച റെഗുലേറ്ററിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തണം. റെഗുലേറ്ററിന്റെ അടിയിൽ വിരിച്ചുകൊണ്ടിരിക്കുന്ന കരിങ്കല്ലുകളുടെ കനം സംബന്ധിച്ച് കരാറിലെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കണം. റെഗുലേറ്ററിന്റെ പുതിയ ഷട്ടറിന്റെ അടിയിലൂടെ വെള്ളം കയറുമോ എന്ന് പരിശോധിക്കണം. എന്നിവയാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. നാട്ടുകാരുടെ പരാതികളെ തുടർന്ന് ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു.
കർഷകരുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ജാഗ്രതയോടെ പരിശോധനകൾ നടത്തണമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് പറഞ്ഞു. ആ ഒരു ആശങ്ക അകറ്റുകയും ഈ പുതിയ ഷട്ടർ ഇട്ടതിന്റെ അടിയിൽ കൂടെ ഉപ്പുവെള്ളം കടക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട നടപടികൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം. ആ ആശങ്ക ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള വർക്ക് നടക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കല്ലിന്റെ വിരിക്കുന്ന പ്രക്രിയ നടക്കുന്നു. അത് എസ്റ്റിമേറ്റിൽ പറയുന്ന 45 സെന്റിമീറ്റർ ഇല്ല എന്നൊരു പരാതി കൂടി ജനങ്ങൾ പറയുന്നുണ്ട്. പെരിങ്ങാട് പുഴയ്ക്ക് കുറുകെയുള്ള ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കേണ്ടതായിരുന്നു. പ്രതികൂല കാലാവസ്ഥ മൂലം സംരക്ഷണ ബണ്ടുകൾ തകർന്നതോടെ നിർമ്മാണം പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു. വർഷകാലത്ത് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിനും വേനലിൽ കടലിൽ നിന്നുള്ള വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്കും ശുദ്ധജല തടാകങ്ങളിലേക്കും കയറാതിരിക്കാനും ആധുനിക രീതിയിൽ നവീകരിച്ച ഇടിയഞ്ചിറയിലെ യന്ത്രവൽകൃത റെഗുലേറ്റർ ഷട്ടർ സംവിധാനം ഉപകരിക്കും. ഇതോടെ വർഷാവർഷം ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ട് ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ സിവിൽ വർക്കുകൾ 2.42 കോടിയും മെക്കാനിക്കൽ വർക്കുകൾക്ക് 2.62 കോടി രൂപയുമാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, പാവർട്ടി. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായുള്ള കയ്പമംഗലം കാക്കാതിരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങുമെത്തിയില്ല. പൈലിംഗ് നടത്തി തൂണുകൾക്ക് കോൺക്രീറ്റ് ഇട്ടതല്ലാതെ മറ്റൊന്നും ഇതുവരെ നടന്നിട്ടില്ല. 1.5 വർഷം മുമ്പാണ് ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പെരിഞ്ഞനം, കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കത്തുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മാണം തുടങ്ങിയത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് വിഭാവനം ചെയ്തിരുന്നത്. ഇതോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും തീരുമാനമായിരുന്നു. ഇതിനായി 90 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു. ഇറിഗേഷൻ വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു കരാർ. എന്നാൽ 1.5 വർഷം പിന്നിട്ടിട്ടും ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം തുടങ്ങിയിടത്തു തന്നെ നിൽക്കുകയാണ്. നിർമ്മാണത്തിനുപയോഗിച്ച ഇരുമ്പു സാമഗ്രികളും ബോട്ട് ജെട്ടിയുടെ അടിത്തറയിൽ ഉപയോഗിക്കുന്ന കമ്പികളും വെള്ളത്തിൽ കിടന്നും തുരുമ്പെടുത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാറുകാരന്റെ നിസ്സഹരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി ഉദ്യോഗസ്ഥർ പറയുന്നത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി തൃപ്രയാർ, ഏനമാവ് എന്നിവിടങ്ങളിലെ ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. TCV ന്യൂസ്, കയ്പമംഗലം. ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. നെടുമ്പാൾ SNDP ഹാളിന് സമീപമാണ് പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പാചകവാതക സിലിണ്ടറുകൾ വിതരണത്തിന് എത്തിച്ച മിനി ലോറിയുടെ മുൻവശത്തു നിന്നാണ് ആദ്യം തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തിന്റെ ഡ്രൈവർ ഉടൻ പുറത്തിറങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വാഹനത്തിന്റെ പുറകിലായുള്ള സിലിണ്ടറുകൾ ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് മാറ്റിയതും ഇതിലേക്ക് തീ പടരാതിരുന്നതുമാണ് വൻ അപകടം ഒഴിവാക്കിയത്. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു. വാണിയംപാറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ച് കാർ മറിഞ്ഞു. പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. കാറിലുണ്ടായിരുന്ന നെന്മാറ സ്വദേശിക്ക് ചെറിയ പരിക്കേറ്റു. വാണിയംപാറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറുകളിൽ ഇടിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. കുറുമാലിക്കാവ് കുംഭഭരണി എഴുന്നള്ളിപ്പിനിടെ പോലീസ് ലാത്തി വീശി. പോലീസും ദേശക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് ലാത്തി വീശിയത്. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനിടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ രാപ്പാൾ പള്ളം ദേശത്തിന്റെ മേളം നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. പുതുക്കാട് പോലീസ് ബലമായി ചെണ്ടക്കോൽ പിടിച്ചു വാങ്ങുകയും നാട്ടുകാർക്ക് നേരെ ലാത്തി കൊണ്ട് അടിക്കുകയുമായിരുന്നുവെന്ന് ദേശക്കാർ പറയുന്നു. 5 തവണ പോലീസ് ലാത്തി വീശി. വയോധികയ്ക്ക് പരിക്കേറ്റതായും പറയുന്നു. എന്നാൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മേളം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതോടെ ദേശക്കാർ പോലീസിന് നേരെ തിരിയുകയായിരുന്നുവെന്നും SIയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല.
ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. കൊടകര മാള റോഡിലെ ആളൂർ പറമ്പി റോഡിന് സമീപം സ്കൂട്ടർ കനാലിലേക്ക് വീണ് യുവതിക്കും മകനും പരിക്കേറ്റു. പാലിയേക്കര കാവിൽ റിജോയുടെ ഭാര്യ ബ്ലെറ്റി, മകൻ ഇഷാൻ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. മാള തുമ്പരശ്ശേരിയിൽ നിന്ന് ആളൂർ ഭാഗത്തേക്ക് മകനോടൊപ്പം വരികയായിരുന്ന യുവതി പറമ്പി റോഡ് കനാൽപാലത്തിന് സമീപം വെച്ച് കനാലിലേക്ക് വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് സമീപവാസികൾ ഓടിയെത്തി യുവതിയെയും കുഞ്ഞിനെയും കാനയിൽ നിന്നെടുത്ത് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കനാലിൽ വെള്ളമില്ലാതിരുന്നതിനാലാണ് യുവതിയെയും കുട്ടിയെയും രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആളൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മാളയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം തെറ്റിയ കാർ ഇടിച്ചു കയറി ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. സംഭവം നടന്ന സ്ഥലത്ത് എപ്പോഴും ആളുകൾ നിൽക്കുന്ന പതിവുണ്ടായിരുന്നെങ്കിലും കടുത്ത വെയിലായതിനാൽ ആളൊഴിഞ്ഞ നിലയിലായിരുന്നു. പെരുമ്പിലാവ് സെന്ററിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 കാറും 2 ലോറികളുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 4 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മുരിങ്ങൂരിൽ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്നു വീണു. എറണാകുളം തൃശൂർ ദിശയിലെ ഭാഗത്താണ് പാർശ്വഭിത്തിയുടെ മുകളിൽ നിന്നും കോൺക്രീറ്റ് സ്ലാബ് നിലം പൊത്തിയത്. നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതിനിടെയായിരുന്നു സംഭവം. ഭാഗ്യം കൊണ്ട് മാത്രം അപകടം ഒഴിവായി. ഇത് 3ാം തവണയാണ് സ്ലാബ് തകരുന്നത്. നേരത്തെ 2 തവണയും നിർമ്മാണത്തിനിടെയായിരുന്നു അപകടം. എന്നാൽ സ്ലാബുകളെല്ലാം ഘടിപ്പിച്ച ശേഷം മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇപ്പോഴത്തെ സംഭവം. വേണ്ടത്ര മേൽനോട്ടമില്ലാതെ നിർമ്മാണം നടക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കേരള കോൺഗ്രസിന് നൽകുന്നത് എതിർത്ത് യൂത്ത് കോൺഗ്രസ് പ്രമേയം. സീറ്റ് കോൺഗ്രസിന് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉണ്ണിയാടൻ വീണ്ടും ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു. ജനാധിപത്യ രീതിയിൽ ആർക്കും പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ പ്രതികരിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തിടപ്പിള്ളിയുടെ വാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 2 അടിയോളം വലുപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി. ഇതിന് സമീപത്തെ മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഗുരുവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം വ്യാഴാഴ്ചയും ബ്രഹ്മകലശവും സഹസ്രകലശാഭിഷേകം വെള്ളിയാഴ്ചയും നടക്കും. ഈ 2 ദിവസങ്ങളിലും ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് ക്ഷേത്രം നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ടമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീസന്ധാന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും.
വെള്ളിയാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ശ്രീ ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും. മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം മൂതിക്കൻ കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസങ്ങളിലായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് നാദവർണ്ണ വിസ്മയങ്ങൾ പെയ്തിറങ്ങിയ കുതിരവേലയ്ക്ക് സമാപനമായത്. തിരിക്കുതിരകൾ, കെട്ടുകുതിരകൾ, ഫൈബർ കുതിരകൾ, കുട്ടിക്കുതിരകൾ ഉൾപ്പെടെ 19 കുതിരകൾ മേളത്തിന്റെ അകമ്പടിയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തുടർന്ന് ക്ഷേത്രം വലം വെച്ച് കുതിരകൾ വിശ്വാസികൾക്ക് മുമ്പിൽ മണിമലരാക്കിയ തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി. കോമരത്തിന്റെ കൽപ്പന കേട്ടതിനു ശേഷം വീണ്ടും കാണാമെന്ന് ഭഗവതിക്ക് ഉറപ്പ് നൽകി ദേശവാസികളുടെ ചുമലിലേറി ദേശങ്ങളിലേക്ക് മടങ്ങിയതോടെയാണ് 3 ദിനരാത്രങ്ങളിൽ നടന്ന കുതിരവേലയ്ക്ക് സമാപനമായത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മദ്യപിച്ച് വാഹനമോടിച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് പിടികൂടി. തിരുവില്ലാമല പാലക്കാട് റൂട്ടിലോടുന്ന വാസിഫ് ട്രാവൽസ് എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. ഇരുവരെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ വിട്ടു. മതിലകത്ത് 15 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. എറിയാട് വൈദ്യർ ജംഗ്ഷൻ സ്വദേശി ചെമ്മണ്ടപ്പറമ്പിൽ വീട്ടിൽ ബൈജുവിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പറമ്പി റോഡിന് സമീപമുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. സംസ്ഥാന പാതയായ കൊടകര കൊടുങ്ങല്ലൂർ റോഡിലെ പറമ്പി റോഡ് കനാൽ പാലത്തിനോട് ചേർന്നാണ് അപകടം പതിയിരിക്കുന്നത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലുതുകര കനാലാണ് ആളൂർ പറമ്പിന് റോഡിന് സമീപം കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത മുറിച്ചു കടന്നു പോകുന്നത്. 10 അടിയോളം താഴ്ചയുള്ളതാണ് കനാൽ. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിനോട് ചേർന്ന് കനാൽ ബണ്ട് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാത്തത് തുടർച്ചയായ അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇതുപോലെ സാഹചര്യം ഉണ്ടാവാൻ സാധ്യത. കാരണം ഇതുപോലെ ബാരിക്കേഡ് വെച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ അപകടം, വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അധികൃതർ ഇതും കണ്ണടച്ച് ഉണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു പോംവഴി കണ്ടെത്താനായിട്ട് പഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തണമാണ് ഞങ്ങളുടെ ആവശ്യം. ചൊവ്വാഴ്ച രാവിലെ ഇവിടെ സ്കൂട്ടർ കനാലിൽ വീണ് യുവതിക്കും കുഞ്ഞിനും സാരമായി പരിക്കേറ്റു. 1.5 വർഷം മുൻപ് സമാന രീതിയിലുള്ള അപകടം ഇവിടെ നടന്നിരുന്നു. പാലത്തിനോട് ചേർന്ന് തുറന്നു കിടക്കുന്ന ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നത്. രാത്രിയിൽ ഇവിടം വെളിച്ചം കുറവായതിനാൽ ഇനിയും അപകടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാൽനടക്കാർക്കും ഇവിടെ കനാലിലേക്ക് വീണ അപകടം സംഭവിക്കാം. ആഴവും ഒഴുക്കും കൂടുതലുള്ളതിനാൽ നിറയെ വെള്ളമുള്ള സമയത്ത് കനാലിൽ വീണാൽ മരണം വരെ സംഭവിക്കും. പാലത്തിനോട് ചേർന്ന കനാലിലേക്ക് തുറന്ന ഭാഗത്ത് റെയിൽ ഗാർഡ് പോലെയുള്ള സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചാൽ അപകട സാധ്യത ഒഴിവാക്കാനാകും.
1.5 വർഷം മുൻപ് 2 യുവതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം കനാലിൽ വീണ പശ്ചാത്തലത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ഇക്കാര്യം ഉന്നയിച്ചിരുന്നെങ്കിലും സ്ഥലപരിശോധന നടന്നതല്ലാതെ തുടർ നടപടി ഉണ്ടായില്ല. എത്രയും വേഗം യാത്രക്കാരുടെ സുരക്ഷയ്ക്കാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരോടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു. TCV കൊടകര. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന് കൊടിയേറി. പാക്കനാർ വെളിച്ചപ്പാടിന്റെ കൽപ്പനകൾക്ക് ശേഷമാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. തുടർന്ന് ആചാരവെടിയും പറനിറയ്ക്കലും കൽപ്പനയും നടന്നു. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ നമ്പൂതിരിപ്പാട്, പാക്കനാർ വെളിച്ചപ്പാട് മുരളീധരൻ, ക്ഷേത്രം വെളിച്ചപ്പാട് ജയപ്രകാശ്, ക്ഷേത്രം എമ്പ്രാന്തിരി നാരായണൻ, മറ്റു ഭാരവാഹികളായ കുഞ്ഞുമണി, സുകുമാരൻ, കുട്ടൻ, ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, KK ഹാഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങൾക്കും അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും ഉള്ള വടക്കേക്കാട് പഞ്ചായത്തിലെ 13-ാം വാർഡിൽ സലഫി മസ്ജിദ് കോമ്പൌണ്ടിലെ കെട്ടിടങ്ങളിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ അംഗം വി ഗീതയുടെ നിർദ്ദേശപ്രകാരം സമർപ്പിച്ച പരാതിയിലാണ് നടപടി. സലഫി മസ്ജിദ് കോമ്പൌണ്ടിലെ കെട്ടിടങ്ങളുടെ അനധികൃത നിർമ്മാണം നിർത്തിവെക്കണം എന്നായിരുന്നു പരാതി. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണപ്പറമ്പ് ബ്രാഞ്ചിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. സ്ട്രോങ് റൂമിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. മുറിക്കകത്ത് ശബ്ദം കേട്ട് ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. ചാലക്കുടി ഫോറസ്റ്റിലെ RRT അംഗം പൂളിമട്ടം സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. എഴുത്തുകാരനായ ആനന്ദിന് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ച പുരസ്കാരത്തുക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സൌജന്യ പരിശീലന കേന്ദ്രമായ വെങ്ങിനിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്തു. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ദേശാഭിമാനി ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്ത്, റെസിഡന്റ് എഡിറ്റർ M സ്വരാജ്, സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, കവി രാവുണ്ണി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആനന്ദ് സമ്മാനത്തുക കൈമാറിയത്. കുറി പ്രകാരം അടച്ച സംഖ്യ നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. തൃശൂർ രാമവർമ്മപുരം സ്വദേശി നിലയാറ്റിങ്ങൽ വീട്ടിൽ ലിഡോ ഡേവിസ് ഫയൽ ചെയ്ത ഹർജിയിലാണ് പൊൻപണം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ചാവക്കാട് നഗരസഭാ പരിധിയിൽ വഴിയരികിൽ സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ നഗരസഭാ ആരോഗ്യ വിഭാഗം എടുത്തുമാറ്റി. നഗരസഭാ പരിധിയിൽ റോഡരികിൽ സ്ഥാപിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡുകൾ, സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകൾ എന്നിവയാണ് എടുത്തുമാറ്റിയത്. ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയതോടെയാണ് ബോർഡുകൾ നഗരസഭ എടുത്തുമാറ്റിയത്. പൊതുയിടങ്ങളിൽ അനധികൃത ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ആകാശ് പറഞ്ഞു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മാനവിക കലാജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. വസന്തം കോർണറിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മാലിക്കുളം അബ്ബാസ്, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു, ജില്ലാ വൈസ് പ്രസിഡന്റ് V പ്രമോദ്, ജോയിന്റ് സെക്രട്ടറി P സുനീഷ്, C ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു.
ഓപ്പറേഷൻ സുദർശനയുടെ ഭാഗമായി വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വാറണ്ട് പ്രതിയെ ഡൽഹി എയർപോർട്ടിൽ നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം പൊക്ലായി ബീച്ച് സ്വദേശി നെടിയപ്പറമ്പിൽ വീട്ടിൽ കുട്ടു എന്ന നിധിനാണ് അറസ്റ്റിലായത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1.58 കോടിയിലധികം രൂപ കവർന്ന കേസിലെ പ്രതിയെ ഇടുക്കിയിൽ നിന്നും തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി രാജാക്കാട് വലിയകണ്ടം സ്വദേശി കൊലങ്കുന്നേൽ വീട്ടിൽ അശ്വിനാണ് അറസ്റ്റിലായത്. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവം സമാപിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. 22 ദേശങ്ങളിലെ വിവിധ സമുദായക്കാരുടെ നേതൃത്വത്തിൽ വേലകളി നടന്നു. മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവ്, കാളക്കളി, തെയ്യം, മുടിയാട്ടം എന്നിവയോടെയായിരുന്നു സമാപനം. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,830 രൂപ, പവന് 1,18,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. ഉത്രാളിക്കാവിൽ പൂരം പെയ്തിറങ്ങി, എഴുന്നള്ളിപ്പിന് സാക്ഷികളായി ആയിരങ്ങൾ. കോടികൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. റെഗുലേറ്ററിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന് കർഷകർ. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായുള്ള കയ്പമംഗലം കാക്കാതിരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങുമെത്തിയില്ല. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തമൊഴിവായി. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായി കത്തിനശിച്ചു. വാണിയമ്പാറയിൽ ഡിവൈഡറിൽ ഇടിച്ച് കാറിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കുറുമാലിക്കാവ് കുംഭഭരണി എഴുന്നള്ളിപ്പിനിടെ പോലീസും ദേശക്കാരും തമ്മിൽ സംഘർഷം. പോലീസ് 5 തവണ ലാത്തി വീശി. വയോധികയ്ക്ക് പരിക്കേറ്റു. ആളൂർ പറമ്പി റോഡിന് സമീപം സ്കൂട്ടർ കനാലിലേക്ക് വീണ് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. മാളയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി. മുരിങ്ങൂരിൽ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്നു വീണു. 3ാം തവണയാണ് സ്ലാബുകൾ തകർന്നു വീഴുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.